അപ്പോൾ ദേ ഈ ചെറിയ ശരീരം വലിയക്കാട്ട കടനം വെച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നെയാണ് ഇവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോയുടെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. പിന്നെ കുറച്ച് ഓവറായാലാണ് ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെറും പട്ടിഷോയും കാണിച്ചുകൊണ്ടാണ് ഈ നടത്തം. ദേ ഈ കാണുന്ന ഈ ഒരു പ്ലേസിലാണ് നമ്മുടെ ഒറിജിൻ, അതായത് കഫ് പരേഡ് മെട്രോ സ്റ്റേഷൻ. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള യാതൊരു തരത്തിലുള്ള ഐഡിയ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഐഡിയ കാര്യങ്ങളില്ലാത്തതിൻ്റെ കാരണം വേറൊന്നുമില്ല. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ വലുതായിട്ടൊന്നും അറിയത്തില്ല. ആകെ ചെമ്പൂർ, ബാന്ദ്ര, കൊളാബ, CSD അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ പേരുകൾ മാത്രമേ എനിക്കറിയുള്ളൂ, മെയിൻ സിറ്റീസ് മാത്രം. പിന്നെ ദേ ഇവിടെ മാപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അറിയാവുന്ന സ്റ്റേഷൻ, അതായത് CSDയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് എൻ്റെ ഈ യാത്ര. അങ്ങനെ ദേ പാതാളത്തിലേക്ക് പോകെ നമ്മൾ നമ്മുടെ മെട്രോയുടെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരുപറ്റം ആളുകൾ അവിടെ കൂട്ടും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ ചില്ലുംകൂട്ടിൻ്റെ അപ്പുറയാണ് മെട്രോ വരുന്നതെന്നുള്ള കാര്യം. എന്തൊരു മന്ദബുദ്ധിയാണല്ലോ ഞാൻ. പിന്നെ പറഞ്ഞിറങ്ങേണ്ട കാര്യമില്ല, മന്ദബുദ്ധി തന്നെയാണ്. അങ്ങനെ ദേ മെട്രോ കാര്യങ്ങളെല്ലാം വന്ന് അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തു. ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ട് നിന്നതാണ്. അപ്പോഴേക്കും ദേ ആ ഒരു ചേട്ടൻ എല്ലാം കുളമാക്കി കൈ തന്നു. ഈ ഒരു കുരിപ്പിനെ അന്നേരം ഞാൻ അവിടെ കണ്ടില്ല. ഇതിനിപ്പോൾ ഉണ്ടാക്കിയിട്ടതാണോ എന്നാണ് ആ ഒരു മൈൻഡിൽ എനിക്ക് പോയ ചോദ്യം. അങ്ങനെ വന്ന ദേഷ്യം ഞാൻ അങ്ങോട്ട് കടിച്ചമർത്തി. അപ്പോഴാണ് ഒരു പുള്ളി വന്നിട്ട് എൻ്റെ ചീത്ത പറഞ്ഞത്, വീഡിയോസോ ഫോട്ടോസും എടുക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും മാർക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്. അവിടെ ഉണ്ടായിരുന്ന സകലമാന ആളുകളും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്. ബട്ട് എന്നോട് മാത്രം ആ പുള്ളി കൽപ്പിക്കാനുള്ള കാരണം അതുമാത്രം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എനിക്ക് നന്നായിട്ട് കിട്ടി ബോധിച്ചു. പിന്നെ മെട്രോ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. A1, A2, B1, B2 അങ്ങനെ കുറേ വഴികളൊക്കെ ഉണ്ട്. മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ സ്ട്രീറ്റ്, അതായത് ചെറിയ സ്ട്രീറ്റിൻ്റെ പേരുകളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് സ്പോട്ടിലേക്ക് എക്സിറ്റ് അടിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതുപോലെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും എവിടെയെങ്കിലും. അങ്ങനെ തെണ്ടി തിരിഞ്ഞാണ് അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിലേക്ക് എത്തിയത്. എൻ്റെ പൊന്നോ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. 2 ദിവസം ആയുള്ളൂ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും ഏകദേശം ഇതിൻ്റെ അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് പോകെ എന്തായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് നോ ഐഡിയ. അവസാനം തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടായാലും ചോദിച്ചറിഞ്ഞും കണ്ടും കേട്ടറിഞ്ഞ് അവസാനം CSDയുടെ അകത്ത് തന്നെ എത്തിപ്പെട്ടു.